ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എല്ലാം ഉണ്ടെന്ന് തോന്നിയിട്ടും അതിനും പുറകെ ഒരു ശൂന്യത ഹൃദയത്തിലൂടെ ഒഴുകുന്നതായി. ചുറ്റിലും ഒരുപാട് ആളുകൾ കാണുമ്പോഴും ഒരാളും നിങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നിയിരുന്നുണ്ടോ? ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിലുണ്ട്, പക്ഷേ ഒരുത്തരം പോലും കണ്ടെത്താനാകാതെ ആ ചോദ്യങ്ങൾ തന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവെന്ന് തോന്നുന്നുണ്ടോ? ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ വരും, എല്ലാം സാധ്യങ്ങളില്ലാത്തതുപോലെ തോന്നും. നാം വച്ച പരിശ്രമങ്ങൾ എവിടെയോ നഷ്ടമാകുന്നു. സ്നേഹബന്ധങ്ങൾ ബുദ്ധിമുട്ടുകളായി മാറുന്നു. കണ്ണുനീർ ഒളിപ്പിച്ച് ഒരു നാടകപൂർണമായ പുഞ്ചിരി മാത്രം ലോകത്തോട് കാണിക്കേണ്ടി വരുന്നു. അത്തരമൊരു നിമിഷത്തിൽ നിന്ന് ഒരിക്കലും പുറത്തുവരാൻ കഴിയില്ലെന്ന് തന്നെ നിങ്ങൾ കരുതിയിട്ടുണ്ടാകാം. പക്ഷേ അതൊന്നും സ്ഥിരമായതല്ല. സ്വയം ശാന്തമാവുകയും ഉള്ളിലേക്ക് നോക്കുകയും ചെയ്യാതെ ഈ ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രതീക്ഷയുടെ വെളിച്ചം നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ സ്വയം ചോദിക്കുക, ഈ അവസ്ഥ എപ്പോഴും ഇങ്ങനെ തുടരുമോ? തീർച്ചയായും ഇല്ല. കാരണം ഒരു കാലത്തും ഒരവസ്ഥയും എന്നേക്കുമായി നിലനിൽക്കില്ല. കാരണം എത്ര മോശപ്പെട്ട അവസ്ഥയിലും അത് എന്നേക്കുമായി നിലനിൽക്കില്ല. ഈ സത്യം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴും, ഭാഗ്യം നിങ്ങളെ കൈവിടുമ്പോഴും, സ്വന്തമെന്ന് കരുതുന്നവർ പോലും അകന്നുപോകുമ്പോഴും ഈ വാക്യം ഒരു മന്ത്രം പോലെ നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കുക. ഈ സമയം കടന്നുപോകും, ഇവിടെ നിശ്ചലമായി നിൽക്കില്ല. സമയത്തിന്റെ ഏറ്റവും വലിയ സത്യം അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇന്ന് നിങ്ങളെ തളർത്തുന്ന ഓരോ കാര്യവും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു കഥയായി മാറും. നിങ്ങൾ അതിജീവിച്ച ഒരു കഥയായി. ഇന്ന് നിങ്ങളെ കരയിപ്പിക്കുന്നതെന്തോ അത് നാളെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഒരു സാധാരണ യുവാവിനെക്കുറിച്ചുള്ള കഥയുണ്ട്. ചെറിയൊരു പട്ടണത്തിൽ താമസിച്ചിരുന്ന അവന് ജോലി കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീട്ടുകാരിൽ നിന്നുള്ള സമ്മർദ്ദം, കൂട്ടുകാരുടെ പരിഹാസം, ഇതെല്ലാം അവനെ തളർത്തി. രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പഠിച്ചിട്ടും ഫലം എപ്പോഴും നിരാശയായിരുന്നു. ഒരു ദിവസം അവനെല്ലാം ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോകാമെന്ന് തീരുമാനിച്ചു. ബസ് സ്റ്റേഷനിൽ പോകാനായി ഇരുന്നു. അപ്പോൾ അവന്റെ കയ്യിൽ ഒരു പുസ്തകം കിട്ടി. അതിലെ ഒരു പേജിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: വലുതാകുന്നതിനു മുമ്പ് ഓരോ കാലവും ചെറുതായിരിക്കും, എന്നാൽ ആ ചെറിയ കാലഘട്ടത്തെ അതിജീവിക്കുന്നവരാണ് പിന്നീട് വലിയവരാകുന്നത്. അവൻ വീണ്ടും ശ്രമിച്ചു, വീണപ്പോഴും എഴുന്നേറ്റു. ഇന്ന് അതേ യുവാവ് ഒരു വലിയ കമ്പനിയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ അതിജീവിക്കണമെന്ന് അവൻ അവരെ പഠിപ്പിക്കുന്നു. ഇത് വെറും ഭാവനയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ഓരോ നഗരത്തിലും ഓരോ തെരുവിലും ഈയൊരു സത്യം നെഞ്ചിലേറ്റുന്നവരുണ്ടാകും. ഈ സമയവും കടന്നുപോകും. മനഃശാസ്ത്രമനുസരിച്ച് ഒരു വ്യക്തിക്ക് വേദന സ്ഥിരമാണെന്ന് തോന്നുമ്പോൾ അവൻ തോൽവി സമ്മതിക്കുന്നു. എന്നാൽ അതേ വ്യക്തി സ്വയം ഇങ്ങനെ പറഞ്ഞാൽ, ഇപ്പോൾ വേദനയുണ്ട്, പക്ഷെ ഇതൊരു ഘട്ടം മാത്രമാണ്. അപ്പോൾ അവന്റെ ശരീരവും മനസ്സും ആ വേദനയോട് പോരാടാൻ തുടങ്ങും. കാരണം പ്രതീക്ഷ അവസാനിക്കുമ്പോഴാണ് തോൽവി തുടങ്ങുന്നത്. നല്ല സമയമായാലും മോശം സമയമായാലും ഒരു കാര്യവും സ്ഥിരമല്ലെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷ എപ്പോഴും ജീവനോടെ നിലനിൽക്കും. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, ഇത്രയധികം വേദന സഹിച്ച് എങ്ങനെയാണ് നിങ്ങൾ പുഞ്ചിരിക്കുന്നത്? അതിനുള്ള ഉത്തരം ലളിതമാണ്: എനിക്കറിയാം, ഇതും കടന്നുപോകും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിൽ, ജീവിതം നിശ്ചലമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, നിങ്ങളുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടെങ്കിൽ, അത് തുടയ്ക്കാൻ ആരുമില്ലെങ്കിൽ, നിങ്ങൾ സ്വയം ഒരു കാര്യം പറയുക: ഈ സമയം എന്നെ ഇന്ന് കരയിപ്പിക്കുന്നുണ്ടാവാം, പക്ഷേ നാളെ ഇതേ സമയം എന്റെ അതിജീവനത്തിന്റെ കഥയായി ലോകം കേൾക്കും. ഞാൻ തോൽക്കാൻ തയ്യാറല്ലെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയും. ഓരോ സൂര്യനും അസ്തമിക്കുന്നു, എന്നാൽ അടുത്ത പ്രഭാതത്തിൽ വീണ്ടും ഉദിക്കുന്നു. ഓരോ രാത്രിയും നീണ്ടതാണെന്ന് തോന്നുമെങ്കിലും പ്രഭാതം അതിനെ എപ്പോഴും തോൽപ്പിക്കും. നിങ്ങൾക്കും ഈ ഇരുണ്ട രാത്രിയെ തോൽപ്പിക്കാൻ കഴിയും. ഈ മോശം സമയം എന്നേക്കുമായി വന്നതല്ല എന്ന് സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നു മനസ്സിലാക്കുക: ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ലായിരിക്കാം, പക്ഷേ എങ്ങനെ അതിനെ നേരിടണം എന്നത് നിങ്ങളുടെ കൈകളിലാണ്. ഈ ചിന്തയും ഈ സ്വയം അംഗീകാരവുമാണ് നിങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുന്നത്. അവിടെ നിങ്ങളുടെ അടുത്ത പാഠം നിങ്ങളെ കാത്തിരിക്കുന്നു. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ചുറ്റും ഇരുട്ട് മാത്രം നിറയുന്ന ഒരു ഘട്ടമുണ്ട്. ഒരു വഴിയും കാണാതെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതായി തോന്നും. എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ചു പോകും. സ്വയം വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങും. ലോകത്തിന്റെ ബഹളങ്ങൾ തലച്ചോറിൽ മുഴങ്ങുമ്പോൾ ഉള്ളിലൊരു ശബ്ദം പതിയെ പറയുന്നുണ്ടാകും: ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല. അത്തരം സമയങ്ങളിൽ ഹൃദയമിടിപ്പ് വേഗത്തിലാകില്ല, അത് നിശബ്ദമാകും. കാരണം പ്രതീക്ഷയില്ലാതായാൽ ഒരു മനുഷ്യൻ ശ്വാസമെടുക്കുമെങ്കിലും ജീവിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണത്. രാവിലെ ഉണരുമ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഭാരമാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇന്നത്തെ സൂര്യനും ഇന്നലത്തെ അതേ ദുരിതങ്ങളായിരിക്കുമോ കൊണ്ടുവരികയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും എല്ലാം നിശ്ചലമായതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉറങ്ങിയാലും മാറാത്ത ഒരുതരം ക്ഷീണമുണ്ട്. പുറമേക്ക് നോക്കുമ്പോൾ എല്ലാം സാധാരണമായി തോന്നിയേക്കാം, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ സ്വയം സാഹചര്യങ്ങളോട് ആർക്കും കേൾക്കാൻ കഴിയാത്ത ആ നിശബ്ദതയോട് ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ യുദ്ധത്തിനിടയിൽ ഒരു ചോദ്യം പതിയെ ഉയർന്നുവരും: എന്റെ സമയം എന്നെങ്കിലും മാറുമോ? ശ്രദ്ധിക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല.
നിങ്ങളുടെ ഈ അസ്വസ്ഥതയും നിശ്ശബ്ദതയും ഈ ചോദ്യങ്ങളും എല്ലാ മനുഷ്യരും ഒരു തവണയെങ്കിലും നേരിട്ടിട്ടുണ്ടാകും. എന്നാൽ സത്യമിതാണ്, മോശം സമയം അനന്തമല്ല. ഒരു കാലത്തും ഒരു കാലാവസ്ഥയും ഒരേപോലെ നിലനിൽക്കാൻ പഠിച്ചിട്ടില്ല. തണുപ്പുപോയി ചൂടുവരുന്നു, മഴ വരുന്നു, പിന്നെ സൂര്യനുദിക്കുന്നു, വീണ്ടും മഴ, വീണ്ടും വെയിൽ. ഈ ചക്രം തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ജീവിതത്തിലെ കാലാവസ്ഥയും മാറും. ഇന്ന് വേദനയായി തോന്നുന്നത് നാളെ ആശ്വാസമായേക്കാം. ഇന്ന് നഷ്ടമെന്ന് തോന്നുന്നത് നാളെ നിങ്ങളുടെ ശക്തിയായി മാറിയേക്കാം. നമ്മൾ കഷ്ടപ്പാടിലായിരിക്കുമ്പോൾ ഇതൊരു സ്ഥിരമായ അവസ്ഥയാണെന്ന തോന്നൽ നമുക്കുണ്ടാകാം. ഇനിയൊന്നും മാറില്ലെന്ന് നമ്മുടെ മനസ്സ് നമ്മളെ വിശ്വസിപ്പിക്കും. ആ ഇരുട്ട് അത്രയധികം ആഴമുള്ളതാണെന്ന് തോന്നും. പ്രഭാതത്തിന്റെ സാധ്യത പോലും ഒരു നുണയായി തോന്നും. എന്നാൽ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുക: സമയം മാറും. ഓരോ അവസ്ഥയ്ക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇന്നൊരു മുറിവാണെങ്കിൽ നാളെ അതേ മുറിവ് ഉണങ്ങി ഒരു കഥയായി മാറും. ഇന്ന് അനുഭവിക്കുന്ന ഏകാന്തത നാളെ ആത്മബോധമായി മാറിയേക്കാം. ഇന്ന് നഷ്ടപ്പെട്ടതിനേക്കാൾ മികച്ചത് നാളെ നേടാൻ കഴിഞ്ഞേക്കാം. നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇതൊക്കെ വെറും വാക്കുകളല്ലേ എന്ന്. പക്ഷേ എല്ലാ വലിയ മാറ്റങ്ങളും, എല്ലാ അത്ഭുതങ്ങളും, എല്ലാ പുനർജന്മങ്ങളും ആരംഭിക്കുന്നത് ഇത്തരം വാക്കുകളിൽ നിന്നാണ്. വിശ്വാസത്തിന്റെ തീയിൽ നിന്നാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു യുവാവുണ്ടായിരുന്നു. വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നെങ്കിലും അതിനുള്ള മാർഗങ്ങളുണ്ടായിരുന്നില്ല. അവൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കും. 2 തവണ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. 3 ജോലികൾ നഷ്ടപ്പെട്ടു. ഒരു ദിവസം അവൻ കണ്ണാടിയിൽ നോക്കി സ്വയം പറഞ്ഞു, നീ ഭാഗ്യം കെട്ടവനല്ല, സമയം മാത്രമാണ് നിനക്കെതിരായിരുന്നത്. എന്നാൽ ഈ സമയം മാറും. അവൻ തോൽക്കാൻ തയ്യാറായില്ല. കഠിനാധ്വാനം തുടർന്നു. ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി. ഇന്ന് അവൻ തന്റെ നഗരത്തിലെ ഏറ്റവും വിജയശാലിയായ ബിസിനസ് നേതാവാണ്. ഇത് ഒരു കെട്ടുകഥയല്ല, നിങ്ങളെപ്പോലെയുള്ള ഒരാളുടെ കഥയാണ്. മോശം സമയത്തെ ഒരു സ്ഥിരമായ സത്യമായിട്ടല്ല, മറിച്ച് കടന്നുപോകുന്ന ഒരു കാലഘട്ടമായിട്ടാണ് അവൻ കണ്ടത്. മനഃശാസ്ത്രം പറയുന്നതും ഇതുതന്നെയാണ്. ഒരു വ്യക്തി ഒരു സാഹചര്യത്തെ സ്ഥിരമായി കണക്കാക്കുമ്പോൾ അയാൾ നിരാശയിലും ക്ഷീണത്തിലും അകപ്പെടുന്നു. എന്നാൽ ഈ അവസ്ഥയും മാറുമെന്ന് അയാൾക്ക് തോന്നുമ്പോൾ തലച്ചോറിൽ ഡോപാമിൻ പുറത്തുവിടും. അത് ഊർജം നൽകുകയും ചിന്തകളെ വ്യക്തമാക്കുകയും ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുകയും ചെയ്യും: എഴുന്നേൽക്കൂ, എന്തെങ്കിലുമൊക്കെ നിന്നെക്കൊണ്ട് മാറ്റാൻ സാധിക്കുമെന്ന്. മാറ്റത്തിന്റെ തുടക്കം ഉള്ളിൽ നിന്നാണ് വരുന്നത്. പുറം ലോകം പിന്നീട് അതിനോട് പ്രതികരിക്കുകയുള്ളൂ. എല്ലാം ഒരു ദിവസം കൊണ്ട് മാറുമെന്ന് കരുതരുത്. പ്രഭാതം പതിയെ പ്രകാശിക്കുന്നതുപോലെയും പൂക്കൾ പതിയെ വിരിയുന്നതുപോലെയും സമയം അതിന്റെ പാത തുറക്കും. ഈ മോശം സമയവും എന്നേക്കുമായി നിലനിൽക്കില്ലെന്ന് നിങ്ങളിന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ ആദ്യത്തെ കാൽവെപ്പ് കഴിഞ്ഞു. അതെ, ഇപ്പോഴും വേദനയുണ്ടാകും, പക്ഷേ ആ വേദന നിങ്ങളെ തകർക്കില്ല. അത് നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള കാരണം നൽകും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾക്കെല്ലാം അവസാനിച്ചെന്ന് തോന്നുമ്പോൾ സ്വയം ഇങ്ങനെ പറയുക: ഇല്ല, ഇപ്പോൾ അവസാനിക്കുന്നില്ല. എന്റെ സമയം വന്നിട്ടില്ലായിരിക്കാം, പക്ഷേ ഈ സമയം കടന്നുപോകും. ഞാൻ അപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും. വേദന താൽക്കാലികമാണ്, പക്ഷേ അത് നൽകുന്ന പാഠങ്ങൾ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ചില വേദനകൾ നിമിഷം പ്രതി നമ്മെ തകർക്കും, ഓരോ ദിവസവും ശരീരത്തിൽ വിഷം കലരുന്നതുപോലെ. ശ്വാസം നടക്കുന്നുണ്ടെങ്കിലും ഹൃദയം എപ്പോഴും ഭാരമുള്ളതായിരിക്കും. മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ടാകുമെങ്കിലും ഉള്ളിലെല്ലാം നിശബ്ദമായിരിക്കും. ഈ വേദന എന്തിനാണ് വന്നതെന്ന് മനസ്സിലാകാത്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുന്നത്. നമ്മൾ ചിന്തിക്കും, ഞാൻ ആർക്കും ദോഷം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എനിക്കിങ്ങനെയുണ്ടായത്? ജീവിതം ഒരു ദുരന്തം കാരണം പെട്ടെന്ന് മാറുമ്പോൾ, ഒരു സുഹൃത്തിൽ നിന്ന് വഞ്ചന ലഭിക്കുമ്പോൾ, വിശ്വസിച്ച ബന്ധം തകരുമ്പോൾ, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് തകരുമ്പോൾ ലോകം നിങ്ങളോട് പറയും, മുന്നോട്ടു പോകൂ. പക്ഷെ ഉള്ളിൽ തകർന്ന ആ വ്യക്തി എന്തു ചെയ്യുമെന്ന് ആരും പറയില്ല. ചിലർ തകർന്നു പോകുന്നതും ചിലർ ഉള്ളിൽ നിന്ന് പുതിയ ജീവിതം ആരംഭിക്കുന്നതും ഇതേ സമയത്താണ്. വേദനയിലൂടെ കടന്നുപോകുന്നത് ഒരു നിർബന്ധിത അവസ്ഥയായിരിക്കാം, പക്ഷേ ആ വേദനയെ അതിജീവിച്ച് അതിനേക്കാൾ വലിയവനായി പുറത്തുവരുന്നത് നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. വേദനയെ നമ്മൾ പലപ്പോഴും ശത്രുവായി കണക്കാക്കുന്നു, പക്ഷേ അത് ശത്രുവല്ല, അത് നിശബ്ദമായി പഠിപ്പിക്കുന്ന ഒരു കഠിനമായ അധ്യാപകനാണ്. ലോകത്തിലെ ഒരു പുസ്തകത്തിനോ ഒരു പ്രസംഗത്തിനോ ഒരു ഉപദേശത്തിനോ ഒരു കഠിനമായ അനുഭവം നിങ്ങളെ മാറ്റുന്നതുപോലെ ആഴത്തിൽ മാറ്റാൻ കഴിയില്ല. ഏറ്റവും ശാന്തമായ പുഞ്ചിരിയുള്ള ആളുകളുടെ ഭൂതകാലത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടാകും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഠനത്തിൽ മിടുക്കിയായിരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയുണ്ട്. അവൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു, പക്ഷേ അവളുടെ കുടുംബത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഓരോ രാത്രിയിലും അവൾ ട്യൂഷൻ എടുത്ത് പണം കണ്ടെത്തി. പകൽ കോളേജ്, വൈകുന്നേരം ജോലി, ശേഷം വീട്ടിലെ പ്രശ്നങ്ങൾ. ഒരു രാത്രി അവൾക്ക് എല്ലാം തകർന്നതുപോലെ തോന്നി. ടെറസിൽ ഇരുന്നുകൊണ്ട് അവൾ സ്വയം പറഞ്ഞു, ഇനി എനിക്ക് വയ്യ, മതി. പക്ഷേ അതേ രാത്രിയിൽ അവൾ ഒരു വാചകം വായിച്ചു: നീ എന്തിനാണ് തകരുമെന്ന് ഭയപ്പെടുന്നത്? നിനക്ക് സ്വയം വീണ്ടും മെനഞ്ഞെടുക്കാൻ ഒരവസരം ലഭിച്ചിരിക്കുന്നു. അതിനുശേഷം അവൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു, ഓരോ മുറിവിനെയും ഒരു ആയുധമാക്കി മാറ്റി. ഇന്ന് അതേ പെൺകുട്ടി രാജ്യമെമ്പാടുമുള്ള യുവാക്കൾക്ക് സ്വയം പര്യാപ്തതയെക്കുറിച്ച് പരിശീലനം നൽകുന്നു. ഓരോ പ്രസംഗത്തിലും അവൾ പറയും,
ഞാൻ തകർന്നു പോയിരുന്നു, പക്ഷേ പൂർണ്ണമായി ഇല്ലാതായില്ല. മറിച്ച് എനിക്ക് പുതിയ രൂപം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ തകർന്നത്. വേദനകൾ നമ്മെ തകർക്കാനല്ല, മറിച്ച് തയ്യാറാക്കാനാണ് വരുന്നത്. ഇരുമ്പിനെ തീയിൽ വെച്ച് പഴുപ്പിക്കുമ്പോൾ അത് ഒരു വാളായി മാറുന്നതുപോലെ, വിത്തിനെ മണ്ണിന്റെ ഇരുട്ടിൽ മൂടുമ്പോൾ അത് ഒരു മരമായി വളരുന്നതുപോലെ, ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ വീഴുന്നു, പക്ഷേ ആ വീഴ്ചയാണ് അവനെ നടക്കാൻ പഠിപ്പിക്കുന്നത്. ലോകത്തിലെ എല്ലാ മഹത്തായ വ്യക്തികളും എപ്പോഴെങ്കിലും കടുത്ത ദുഃഖങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അവർ ആ ദുഃഖത്തെ അവരുടെ ശക്തിയാക്കി മാറ്റി. ആ ഇരുട്ടിലിരുന്ന് കരയുന്നതിനു പകരം അവർ ഒരു പുതിയ ചിന്തയുണ്ടാക്കി. മനഃശാസ്ത്രം പറയുന്നത് ഒരു വ്യക്തിക്ക് വേദന സഹിക്കേണ്ടി വരുമ്പോൾ തലച്ചോറ് ആ അനുഭവത്തിൽ നിന്ന് പുതിയ മാനസിക പേശികളുണ്ടാക്കുന്നു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. വേദന സഹിക്കുന്നതിലൂടെ ശരീരം മാത്രമല്ല, തലച്ചോറും ശക്തമാകും. ഓരോ തവണ നിങ്ങൾ തകരുമ്പോഴും നിങ്ങളുടെ മനസ്സ് ഒരു പുതിയ ശക്തിക്കായി ഇടം നൽകുന്നു. ഓരോ തവണ നിങ്ങൾ വീഴുമ്പോഴും നിങ്ങളുടെ ആത്മാവ് എഴുന്നേൽക്കാൻ ഒരു പുതിയ കാരണം കണ്ടെത്തുന്നു. ഓരോ തവണയും നിങ്ങൾ തോൽവിയുടെ അടുത്തായിരിക്കുമ്പോൾ നിങ്ങളുടെ സിരകളിൽ ആ പഴയ വിശ്വാസം വീണ്ടും സംസാരിക്കുന്നു: ഞാൻ അത്ര ദുർബലനല്ല, എനിക്കിതിനെയും അതിജീവിക്കാൻ കഴിയും. വേദനയെ നമ്മൾ പേടിക്കരുത്. ആ വേദനയോട് നമ്മൾ സംസാരിക്കണം. അതിനോട് ചോദിക്കണം: നീ എന്തിനാണ് വന്നത്? അപ്പോൾ അത് ഉത്തരം തരും: നിന്നെ തകർക്കാനല്ല, പുതിയൊരാളായി മാറ്റിയെടുക്കാൻ. നിനക്ക് ദുഃഖം തരാനല്ല, നിന്നെ സജ്ജനാക്കാൻ. നീ ദുർബലനാണെന്ന് തെളിയിക്കാനല്ല, നിന്റെ യഥാർത്ഥ കഴിവെന്താണെന്ന് നിനക്ക് കാണിച്ചുതരാൻ. വേദനയേക്കാൾ വലിയൊരു പാഠപുസ്തകം ഈ ലോകത്തിലില്ല. നമ്മുടെ ഓരോ കണ്ണുനീർത്തുള്ളിയും ഓരോ പുതിയ അറിവാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും ചിരിക്കാൻ കഴിയുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനായി നമ്മൾ മാറും. കാരണം കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ഒരാളെ അത്ര എളുപ്പം തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അടുത്ത തവണ ജീവിതത്തിൽ വേദന വരുമ്പോൾ പേടിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കറിയാം, അത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ വാർത്തെടുക്കാനാണ് വന്നത്. ഈ തിരിച്ചറിവ് നിങ്ങളെ അടുത്ത അനുഭവങ്ങൾക്കായി ഒരുക്കും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതാണെന്ന് അടുത്ത പാഠം നിങ്ങളോട് പറയും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ള ഭയം ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം മരണമല്ല, മറിച്ച് ആളുകൾ എന്തു പറയും എന്ന ചിന്തയാണ്. ഈ ഭയം എത്രയെത്ര സ്വപ്നങ്ങളെയാണ് ജീവനോടെ കുഴിച്ചുമൂടിയതെന്ന് ആർക്കുമറിയില്ല. എത്രയോ ശബ്ദങ്ങളെ അത് നിശബ്ദമാക്കി. എത്രയോ പേരെ അവർ ശരിക്കും ആഗ്രഹിച്ച ജീവിതം നയിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. ഒരു ഡോക്ടറാകാൻ ആഗ്രഹിച്ചയാൾ എഞ്ചിനീയറായി, കാരണം ഡോക്ടർ ജോലിക്ക് സാധ്യതയില്ലെന്ന് അമ്മാവൻ പറഞ്ഞു. ഒരു ഗായകനാകാൻ ആഗ്രഹിച്ച മറ്റൊരാൾ നിശബ്ദനായി, കാരണം പാട്ടൊക്കെ വെറുതെയാണെന്ന് അയൽക്കാർ പറഞ്ഞു. വിവാഹം കഴിക്കാൻ താൽപ്പര്യമില്ലാത്ത ഒരാൾ കല്യാണം കഴിച്ചു, കാരണം ഇത്രയും പ്രായമായില്ലേ, ആളുകൾ എന്തു കരുതും എന്ന് ചിന്തിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാണ്, പക്ഷെ അതിന്റെ റിമോട്ട് കൺട്രോൾ നമ്മൾ മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്നു. ആളുകളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മൾ നമ്മളെത്തന്നെ നഷ്ടപ്പെടുത്തുന്നു. ഏറ്റവും വിചിത്രമായ കാര്യമെന്തെന്നാൽ, ആരുടെ അഭിപ്രായങ്ങളെയാണോ നമ്മൾ ഭയപ്പെടുന്നത്, അവർ അവരുടെ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയായിരിക്കും. അവർ എന്തു പറഞ്ഞുവെന്ന് അവർക്ക് ഓർമ്മ പോലും കാണില്ല. പക്ഷേ ആ വാക്കുകളുടെ ഭാരം നമ്മൾ വർഷങ്ങളോളം ചുമക്കേണ്ടി വരുന്നു. ഒരു കുട്ടിയുടെ ചെറിയ കഥ പറയാം. ചെറുപ്പം മുതൽ സ്കെച്ചിങ്ങിൽ വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. മരങ്ങളും മുഖങ്ങളും വികാരങ്ങളുമെല്ലാം അവന്റെ വിരലുകളിലൂടെ ജീവൻ വെച്ചുവന്നു. പക്ഷേ ഒരു ദിവസം അവന്റെ അച്ഛൻ പറഞ്ഞു, എന്റെ മകൻ വെറുതെ പെൻസിൽ വെച്ച് വരയ്ക്കുകയാണെന്ന് ആളുകൾ ചിരിക്കും. എന്തെങ്കിലും നല്ല ജോലി ചെയ്തുകൂടെ? കുട്ടി പേടിച്ച് ചിത്രരചന നിർത്തി. വർഷങ്ങൾക്കുശേഷം ഓഫീസിലെ വിരസമായ ഒരു ജോലിയിൽ നിൽക്കുമ്പോൾ അവൻ ചുമരിൽ തൂക്കിയിട്ടിരുന്ന ഒരു ചിത്രം കണ്ടു. അത് അവൻ വരച്ചിരുന്ന അതേ ശൈലിയിലുള്ള ചിത്രമായിരുന്നു. അവൻ കണ്ണുകളടച്ച് ദീർഘമായി നിശ്വസിച്ചു. കാരണം അന്ന് അവന് മനസ്സിലായി, ആ ആളുകൾ പോയിരുന്നു, പക്ഷേ അവരുടെ വാക്കുകൾ അവന്റെ ഉള്ളിൽ ഇന്നും ജീവനോടെയുണ്ടായിരുന്നു. നമ്മുടെ സമൂഹം ചെറുപ്പം മുതൽ നമ്മളെ പഠിപ്പിച്ചത് ഇതുതന്നെയാണ്. ആളുകൾ എന്തു ചിന്തിക്കും, എന്നാൽ നിങ്ങൾ സ്വയം എന്തു ചിന്തിക്കുന്നുവെന്ന് ആരും പഠിപ്പിച്ചില്ല. നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്ക് എന്തു വിലയാണുള്ളത്? നമ്മുടെ വസ്ത്രം, ജോലി, വിവാഹം, ചിരി, കണ്ണുനീർ എല്ലാം നമ്മൾ മറ്റുള്ളവരുടെ ചിന്തകൾക്കനുസരിച്ച് തീരുമാനിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ ഈ ആളുകൾ എപ്പോഴെങ്കിലും കൂടെ നിന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കരയുമ്പോൾ ആരെങ്കിലും വന്ന് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടോ? പരീക്ഷാഫലം മോശമായപ്പോൾ ആരെങ്കിലും സാരമില്ല, വീണ്ടും ശ്രമിക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളുടെ ഹൃദയം തകർത്തപ്പോൾ പുറത്തു തട്ടി ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ ആളുകളെ പേടിച്ച് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിതം ഉപേക്ഷിക്കുന്നത്? ഓരോ മനുഷ്യന്റെയും ചിന്ത വ്യത്യസ്തമാണ്. ഒരേ കാര്യത്തെ ഒരാൾ നല്ലതെന്നും മറ്റൊരാൾ മോശമെന്നും പറയും. ഒരാൾ കൈയടിക്കുമ്പോൾ മറ്റൊരാൾ ചീത്ത പറയും. അപ്പോൾ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമോ? എപ്പോഴെങ്കിലും സ്വയം ചോദിക്കുക, നിങ്ങൾ ആരാണ്? നിങ്ങൾക്കെന്താണ് വേണ്ടത്? നിങ്ങൾ ആർക്കുവേണ്ടിയാണ് ജീവിക്കുന്നത്?
ജനങ്ങളുടെ വാക്കിന് വില കൽപ്പിച്ചാൽ ഭാവിയിൽ നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടിവരും. കാരണം ലോകം ഒരിക്കലും നിശബ്ദമാകില്ല. മുന്നേറിയാൽ അസൂയ, പിന്നോട്ടു നിന്നാൽ പരിഹാസം, വ്യത്യസ്തമായാൽ കുത്തുവാക്ക്, ഒന്നും ചെയ്തില്ലെങ്കിൽ പുച്ഛം. ആളുകളുടെ ചിന്തകൾക്ക് പരിമിതികളുണ്ട്, എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല. അതുകൊണ്ട് ഇന്നുതന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആളുകൾ എന്തു പറയും എന്ന വാക്യം എടുത്തുമാറ്റുക. അതിനെ മാറ്റി എനിക്കെന്താണ് വേണ്ടത് എന്നാക്കുക. ഈ ചിന്തയോടുകൂടി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണെന്ന് തോന്നും. കാരണം യഥാർത്ഥ സ്വാതന്ത്ര്യം രാജ്യത്തിന്റെ അതിരുകളിൽ നിന്നല്ല, മറിച്ച് മനസ്സിന്റെ അതിരുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. പ്രതീക്ഷയുടെ ശക്തി. പ്രതീക്ഷ ജീവനോടെയുള്ളിടത്തോളം കാലം ജീവിതവും ജീവനോടെയുണ്ടാകും. ഓരോരുത്തരുടെയും ജീവിതത്തിലെല്ലാം കൈവിട്ടുപോകുന്ന ഒരു ഘട്ടമുണ്ടാകും. ബന്ധങ്ങൾ തകരും, സ്വപ്നങ്ങൾ ചിതറിപ്പോകും, വഴികളടയും, ഒരിക്കൽ സ്വന്തമെന്ന് കരുതിയവർ പോലും അകന്നുപോകും. അപ്പോൾ ഹൃദയം ഒരു കാര്യം മാത്രം പറയും, ഇനി ഒന്നും ബാക്കിയില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയവും ഒരിക്കൽ നിശബ്ദമായി ഇത് പറഞ്ഞിട്ടുണ്ടാകും. ഒരു ക്ഷീണിതനായ മനുഷ്യൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ ക്ഷീണവും നിസ്സഹായതയും മാത്രമേ കാണൂ. എന്നാൽ ആ നിമിഷം ഒരുപക്ഷെ അവന്റെ ഏറ്റവും വലിയ പരീക്ഷണം ആരംഭിക്കുകയായിരിക്കും. ലോകം പറയും, ഇനി നിന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല. സാഹചര്യങ്ങൾ അലറി വിളിക്കും, നീ തീർന്നുപോയിരിക്കുന്നു. മനസ്സുതന്നെ പറയും, ഇനി എനിക്ക് ധൈര്യമില്ല. അങ്ങനെയൊരു സാഹചര്യത്തിലും ആ ഒരൊറ്റ നിമിഷത്തിലും നിങ്ങളുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു ചെറിയ തിളക്കം അവശേഷിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ തോൽവി ഒരു വലിയ കാര്യമല്ല. എല്ലാം നഷ്ടപ്പെടുന്നതും അത്ര അപകടകരമല്ല. എന്നാൽ ഏറ്റവും അപകടകരം പ്രതീക്ഷ ഉപേക്ഷിക്കുക എന്നതാണ്. ഒരു മനുഷ്യൻ പ്രതീക്ഷ കൈവെടിയുന്ന ദിവസം അവൻ യഥാർത്ഥത്തിൽ ഒരു ജീവനുള്ള ശവമായി മാറുന്നു. കാരണം പ്രതീക്ഷയില്ലാതെ ഒരു സ്വപ്നവും വളരില്ല. പ്രതീക്ഷയില്ലാതെ ഒരു ലക്ഷ്യസ്ഥാനത്തും എത്താനാവില്ല. പ്രതീക്ഷയില്ലാതെ ഒരു ജീവിതവും മാറില്ല. എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ കഥയുണ്ട്. ജോലി, കുടുംബം, പണം, അംഗീകാരം, എന്തിന് സ്വയം വിശ്വാസം പോലും അവന് നഷ്ടപ്പെട്ടു. ഒരു രാത്രി അവൻ റെയിൽവേ ട്രാക്കിലിരുന്നു ചിന്തിക്കുകയായിരുന്നു, ഇനി എന്തിന് ജീവിക്കണം. അപ്പോൾ അടുത്തുകൂടി വന്ന ഒരു വൃദ്ധനായ ഭിക്ഷക്കാരൻ അവനോട് പറഞ്ഞു, മോനെ, നിന്റെ മുഖം വളരെ ക്ഷീണിച്ചിരിക്കുന്നു. പക്ഷേ കണ്ണുകളിൽ ഇപ്പോഴും ഒരു തിളക്കമുണ്ട്. ആ തിളക്കമില്ലാതാക്കാൻ നിനക്ക് അവകാശമില്ല. അന്ന് രാത്രി ആദ്യമായി ആ മനുഷ്യൻ തന്റെ ഉള്ളിലേക്ക് നോക്കി. ശരിക്കും ഒരു കോണിൽ പ്രതീക്ഷയുടെ വെളിച്ചം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് അവൻ വീണ്ടും ജീവിതം ആരംഭിച്ചു. ചെറിയ ജോലികൾ ചെയ്ത് പതിയെ പതിയെ പഠിച്ച് വീണും എഴുന്നേറ്റും അവൻ മുന്നോട്ടുപോയി. ഇന്ന് അവൻ രാജ്യത്തെ ഏറ്റവും പ്രചോദനം നൽകുന്ന പ്രഭാഷകരിൽ ഒരാളാണ്. ഈ സത്യം നിങ്ങൾക്കും ബാധകമാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും നേടാൻ നിങ്ങൾക്ക് കഴിയും. ഒരുപക്ഷേ അതിലും കൂടുതൽ. മനഃശാസ്ത്രവും ഇതുതന്നെയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ പ്രതീക്ഷയാൽ നിറയുമ്പോൾ അവന്റെ തലച്ചോറ് പുതിയ വഴികൾ കണ്ടെത്താൻ തുടങ്ങുന്നു. അവൻ സ്വയം ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള കഴിവ് വികസിപ്പിക്കുന്നു. പ്രതീക്ഷ ഒരു മാന്ത്രികമല്ല, പക്ഷേ അത് മാന്ത്രികത കൊണ്ടുവരാനുള്ള തുടക്കം തന്നെയാണ്. എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ സാരമില്ല, ഞാൻ വീണ്ടും തുടങ്ങും എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു ശക്തിക്കും അവനെ തടയാൻ കഴിയില്ല. ഓർക്കുക, രാത്രി എത്ര നീണ്ടതായാലും പ്രഭാതമുണ്ടാകുക തന്നെ ചെയ്യും. ജീവിതം എത്ര തകർന്നതായാലും നിങ്ങൾ പ്രതീക്ഷ മുറുകെ പിടിക്കുകയാണെങ്കിൽ അത് വീണ്ടും ചേർത്തുവയ്ക്കാൻ കഴിയും. ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം എല്ലാം അവസാനിച്ചുവെന്ന്. എന്നാൽ സത്യമെന്തെന്നാൽ ജീവിതം നിങ്ങൾക്കൊരു പുതിയ അധ്യായം തുടങ്ങാനുള്ള അവസരം നൽകുകയാണ്. ആ ഇരുട്ടിലും നിങ്ങൾക്കിങ്ങനെ പറയാൻ കഴിയണം, ഞാൻ തോൽക്കില്ല. ഈ കാര്യം എല്ലാ ദിവസവും സ്വയം പറയുക. ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, പക്ഷേ തോറ്റിട്ടില്ല. ഞാൻ തകർന്നു, പക്ഷേ അവസാനിച്ചിട്ടില്ല. ഞാൻ നിശ്ചലനായി, പക്ഷേ തിരികെ നടക്കാൻ. ഇത് മാത്രം മനസ്സിൽ വെച്ച് മുന്നോട്ടു പോകുക. പ്രതീക്ഷയുള്ളിടത്തോളം കാലം ഞാനും ജീവനോടെയുണ്ടാകും. ഈ ചിന്ത നിങ്ങളെ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു തലത്തിലേക്കെത്തിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ മോശം സമയം വരുമ്പോൾ ഭയപ്പെടരുത്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ശക്തമായ മാനസിക കവചമുണ്ട്. അതിൽ സമയത്തിന്റെ സത്യം, വേദനയുടെ ശക്തി, ആളുകളുടെ ചിന്തകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഏറ്റവും പ്രധാനമായി മായാത്ത പ്രതീക്ഷ എന്നിവയുണ്ട്. ചിലപ്പോൾ ജീവിതം നമ്മളെ ഒരു വഴിത്തിരിവിലെത്തിക്കും. അവിടെ വഴിയോ ലക്ഷ്യമോ കാണില്ല. വെറും മൂടൽമഞ്ഞും നിശബ്ദതയും തകർന്ന സ്വപ്നങ്ങളും മാത്രം. അങ്ങനെയൊരു സാഹചര്യത്തിൽ ആരെങ്കിലും പ്രതീക്ഷ കൈവിടരുത്, നല്ല സമയം വരും എന്ന് പറഞ്ഞാൽ ഹൃദയം ഉള്ളിൽ ചിരിക്കും. നിങ്ങൾക്കങ്ങനെ പറയാൻ എളുപ്പമാണ്. എന്റെ വേദന നിങ്ങൾക്കറിയില്ല. ഒരുപക്ഷെ ഇത് സത്യമായിരിക്കാം. മറ്റൊരാളുടെ വേദന പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞെന്നു വരില്ല. എന്നാൽ മനഃശാസ്ത്രവും ധ്യാനവും അനുഭവങ്ങളും ഒരു കാര്യം വ്യക്തമാക്കുന്നു. വേദന എത്ര ആഴത്തിലുള്ളതായാലും നിങ്ങളുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു നേരിയ കിരണം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയും. മനഃശാസ്ത്രജ്ഞർ പറയുന്നത്, ഒരു വ്യക്തി കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകുമ്പോൾ തോൽവി സമ്മതിച്ചാൽ അവന്റെ മനസ്സ് പതിയെ അതിജീവന മോഡിലേക്ക് മാറും. അഥവാ ശരീരം ജീവിച്ചിരിപ്പുണ്ടായിരിക്കുമെങ്കിലും മനസ്സ് മരിച്ചിട്ടുണ്ടാകും.
എന്നാൽ ഈ സമയവും കടന്നുപോകും എന്ന ചിന്തയോടെയാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ അവന്റെ മാനസികാവസ്ഥ മാറും. തലച്ചോറിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, സ്വയം മാറാനുള്ള കഴിവ് സജീവമാവുകയും മറ്റുള്ളവർക്ക് ഇരുട്ട് മാത്രം കാണുന്ന സാഹചര്യങ്ങളിൽ പോലും അയാൾ വഴി കണ്ടെത്താൻ തുടങ്ങുകയും ചെയ്യും. ഒരു പഠനത്തിൽ കണ്ടെത്തിയത് ഇനി അധികകാലം ജീവിച്ചിരിക്കില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ രോഗികളിൽ പലരും ജീവിച്ചത് പ്രതീക്ഷ കൈവിടാഞ്ഞതുകൊണ്ടാണ്. അവർ ഓരോ ദിവസത്തെയും അവസാന ദിവസമായി കണ്ടില്ല, മറിച്ച് ഒരു പുതിയ അവസരമായി കണ്ടു. ഇനി നമുക്ക് ഗൗതമ ബുദ്ധനെക്കുറിച്ച് സംസാരിക്കാം. ദുഃഖം ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിലും അതിൽ നിന്ന് മോചനം നേടാൻ കഴിയുമെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. ബുദ്ധന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന് ഇതാണ്: നമ്മൾ എന്തിനെയാണോ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, അവിടെയാണ് ഏറ്റവും വലിയ പാഠങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തന്റെ ജീവിതത്തിലെ എല്ലാം ഉപേക്ഷിച്ചു. രാജ്യം, കുടുംബം, സുഖസൗകര്യങ്ങളെല്ലാം. ദുഃഖം എന്തുകൊണ്ടുണ്ടാകുന്നു, അതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്ന ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനായി അദ്ദേഹം ജീവിതം മുഴുവൻ ചെലവഴിച്ചു. ഉത്തരം ലഭിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പഠിപ്പിച്ചത് ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിശ്ചയിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയാണ്. അതായത് സാഹചര്യം എന്തുതന്നെയായാലും നിങ്ങളുടെ മനസ്സ് ശാന്തവും പ്രതീക്ഷ നിറഞ്ഞതുമാണെങ്കിൽ എത്ര ഇരുണ്ട വഴികളിലും നിങ്ങൾക്ക് നിങ്ങളുടെ വഴി കണ്ടെത്താൻ കഴിയും. ഇന്ന് നമ്മൾ തകർന്നു പോകുമ്പോൾ, എല്ലാം കൈവിട്ടു പോകുമ്പോൾ, പണം, സ്നേഹം, അംഗീകാരം, ഈ പാഠമാണ് നമ്മെ പിടിച്ചു നിർത്തുന്നത്. നീ തകർന്നിട്ടുണ്ടെങ്കിലും ഇല്ലാതായിട്ടില്ല, നീ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും അവസാനിച്ചിട്ടില്ല. ബൾബ് കണ്ടുപിടിച്ച തോമസ് എഡിസൺ 1000 തവണ പരാജയപ്പെട്ടു. ആളുകൾ കളിയാക്കി, അദ്ദേഹത്തിന് പോലും ചിലപ്പോൾ സംശയം തോന്നി. പക്ഷേ അദ്ദേഹം ഒരു കാര്യം ഓരോ തവണയും ആവർത്തിച്ചു: ഞാൻ തോറ്റതല്ല, എന്താണ് പ്രവർത്തിക്കാത്തതെന്ന് പഠിക്കുകയായിരുന്നു. നെൽസൺ മണ്ടേല 27 വർഷം ജയിലിൽ കഴിഞ്ഞു. തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല വർഷങ്ങൾ ഇരുമ്പഴിക്കുള്ളിൽ ചെലവഴിച്ചിട്ടും പുറത്തുവന്നപ്പോൾ അദ്ദേഹം രാജ്യത്തെ മാറ്റിമറിച്ചു. എന്തുകൊണ്ട്? കാരണം ഉള്ളിൽ നിന്ന് അദ്ദേഹം പ്രതീക്ഷ കൈവിട്ടില്ല. ഹെലൻ കെല്ലർക്ക് കാണാനോ കേൾക്കാനോ കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും അവർ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വഴി കാണിച്ചു. അവർ പറഞ്ഞു, പ്രതീക്ഷയെ തിരഞ്ഞെടുക്കുക, കാരണം പ്രതീക്ഷയുള്ളിടത്ത് ഒരു വഴിയുണ്ട്. നാസി ക്യാമ്പിൽ തന്റെ എല്ലാ ബന്ധുക്കളെയും നഷ്ടപ്പെടുത്തിയ വിക്ടർ ഫ്രാങ്കിൾ അവിടെ നിന്ന് ഒരു മഹത്തായ പുസ്തകമെഴുതി, മാൻസ് സെർച്ച് ഫോർ മീനിംഗ്. അദ്ദേഹം അതിൽ കുറിച്ചു: ഒരു മനുഷ്യന് ജീവിക്കാൻ ഒരു കാരണം ലഭിച്ചാൽ ഏതവസ്ഥയിലും അവന് ജീവിക്കാൻ കഴിയും. ഈ സ്ക്രിപ്റ്റിന്റെ സാരം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നാലും, എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയാലും, ആരുമില്ലെന്ന് തോന്നിയാലും, ആരും കേൾക്കാനോ മനസ്സിലാക്കാനോ ഇല്ലാത്തപ്പോഴും ഒരു കാര്യവും ഉപേക്ഷിക്കരുത്: പ്രതീക്ഷ. കാരണം പ്രതീക്ഷയുള്ളിടത്തോളം കാലം നിങ്ങളും ജീവനോടെ ഉണ്ടാകും. ഒരുപക്ഷെ ഒരു വഴിയുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നിടത്തോളം കാലം നിങ്ങൾക്കൊരു വഴിയുണ്ടാക്കാനും കഴിയും. മനഃശാസ്ത്രജ്ഞർ പറയുന്നു, ഹോപ്പ് ഇസ് നോട്ട് എ വിഷ്, ഇറ്റ്സ് എ വിൽ. പ്രതീക്ഷ ഒരു സ്വപ്നമല്ല, ഒരു പുൽക്കൊടിയിൽ നിന്ന് വീണ്ടും ഒരു വീട് പണിയാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ആ ഊർജ്ജമാണത്. ഗൗതമ ബുദ്ധൻ പറയുമായിരുന്നു, ഓരോ പ്രഭാതവും ഒരു പുതിയ ജന്മമാണ്, ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ്. ഇന്ന് നിങ്ങൾ ശ്വാസമെടുക്കുന്നുണ്ടെങ്കിൽ ജീവിതം നിങ്ങളെ വീണ്ടും ജീവിക്കാൻ ക്ഷണിക്കുകയാണ്. ഇനി ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും, നിങ്ങൾ ആ ക്ഷണം സ്വീകരിക്കുമോ? ചിലപ്പോൾ ജീവിതം നമ്മളെ അത്രയധികം തളർത്തും, ഇനി വയ്യ എന്ന് മനസ്സ് പറയും. പക്ഷേ സുഹൃത്തേ, അതാണ് ഒരു പുതിയ തുടക്കത്തിനുള്ള നിമിഷം. ഈ വീഡിയോയുടെ ഒരൊറ്റ സാരം മാത്രം നിങ്ങൾക്ക് ഓർമ്മിക്കണമെങ്കിൽ ഇത് മാത്രം ഓർക്കുക: സമയം എത്ര മോശമായാലും നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ, ഒരു കൊടുങ്കാറ്റിനും നിങ്ങളെ ഇളക്കാൻ മാത്രമേ കഴിയൂ, പക്ഷെ വീഴ്ത്താൻ കഴിയില്ല. ജീവിതം ഒരു തവണയേ ലഭിക്കൂ. അത് വീണ്ടും വീണ്ടും തകർന്ന് ജീവിക്കാനല്ല, മറിച്ച് ഓരോ തകർച്ചയിൽ നിന്നും തിളങ്ങി പുറത്തുവരാനാണ്. ഓർക്കുക, കഷ്ടപ്പാടുകൾ വരും, ആളുകൾ കുത്തുവാക്കുകൾ പറയും, ബന്ധങ്ങൾ അകന്നുപോകും, ധൈര്യം ചോർന്നുപോകും. പക്ഷേ അപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോൽക്കാൻ കഴിയില്ല. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ, അതെ, ഇതെനിക്കും സംഭവിക്കാറുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ വിശ്വസിക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. തകർന്നിട്ടും തോൽക്കാത്ത, ക്ഷീണിച്ചിട്ടും നിലയ്ക്കാത്ത, എല്ലാ സാഹചര്യങ്ങളിലും സ്വയം വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ ചാനൽ രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇവിടെ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും ധൈര്യം നൽകുന്ന, ചിന്തകളെ മാറ്റുന്ന, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നൽകുന്ന വീഡിയോകൾ ലഭിക്കും. ബെൽ ഐക്കൺ അമർത്തുക, അടുത്ത വീഡിയോ നിങ്ങളുടെ സ്ക്രീനിൽ ആദ്യമെത്താൻ. കാരണം അടുത്ത തവണ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ആന്തരിക സമാധാനം കൊണ്ട് പുറമേയുള്ള കൊടുങ്കാറ്റുകളെ അതിജീവിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഒരൊറ്റ കാര്യം മാത്രം ഓർക്കുക: എപ്പോഴെങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒരിക്കൽ കൂടി കാണുക. ഒരുപക്ഷെ അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. നിങ്ങളുടെ ജീവിതം അമൂല്യമാണ്. ഏകാന്തത നിങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഓരോ വഴിത്തിരിവിലും ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാരനായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഇത് ഓർക്കുക: നീ തകർന്നിട്ടുണ്ടാകാം, പക്ഷേ നിനക്ക് പുതിയൊരു തുടക്കം കുറിക്കാനും അതിലും മികച്ചതായി കെട്ടിപ്പടുക്കാനും കഴിയും.